നമസ്കാരം എല്ലാവർക്കും വീട്ടിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ നവരാത്രി 9 ഡേ സീരീസിൻ്റെ ഡേ 1 സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഡേ 1 എന്ന് പറയുന്നത് ശൈലപുത്രി ദേവിയെ വേർഷിപ്പ് ചെയ്യുന്ന ദിവസമാണ്. ശൈലപുത്രി ദേവിയുടെ തീം എന്ന് പറയുന്നത് ഓറഞ്ച് തീമാണ്, ഓറഞ്ച് കളർ. സോ നമ്മളിന്ന് ഓറഞ്ച് കളർ മേക്കപ്പ് ബേസാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഫേസ് ഞാനൊന്ന് ഒരു ഹൈലറോണിക് സീറം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ലോറിയലിൻ്റെ 1.5% ഹൈലറോണിക് ആസിഡ് സീറം അടങ്ങിയിട്ടുള്ളതാണ്. ഇത് നമ്മുടെ സ്കിന്ന് കുറച്ച് പ്ലംബ് ആക്കും. നിങ്ങളുടെ സ്കിൻ ഡള്ളാണൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. ഞാനിപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് 2-3 മാസം എനിക്ക് നല്ല രീതിയിലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഒട്ടും മോശം എന്ന് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ മാർക്കറ്റിൽ നല്ലൊരു റിവ്യൂ കൂടി ഉള്ള ഒരു ഹൈലറോണിക് സീറം കൂടെയാണ്. അത്യാവശ്യം ബഡ്ജറ്റിൽ നിൽക്കുന്നതാണ്. ഞാൻ യൂസ് ചെയ്യുന്നത് 15 ml ഒരു ബോട്ടിലാണ്. അതൊരു ഏകദേശം ഒരു 369 ആ റേഞ്ച് വരുന്നുണ്ട്. 30 ml ആണെങ്കിൽ ഒരു 600 നിൽക്കുന്നുണ്ട്. നെക്സ്റ്റ് അപ്ലൈ ചെയ്യാൻ പോകുന്ന ഒരു മോയ്സ്ചറൈസറാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. ക്യൂവിയുടെ ഒരു ഡേ ക്രീമാണ് വിത്ത് SPF കൂടെ. വളരെ ലൈറ്റ് ആയിട്ടുള്ള മോയ്സ്ചറൈസറാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൻ ടൈപ്പിനുള്ള ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് സ്വിസ് ബ്യൂട്ടിയുടെ ഈ ഒരു ഹൈലൈറ്റിംഗ് പ്രൈമറാണ്. ഞാൻ എൻ്റെ മിക്ക വീഡിയോസിലും ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അമേസിങ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ പോരാ, അത്ര നല്ല പ്രോഡക്റ്റാണ്. പ്രത്യേകിച്ച് നമുക്ക് ഈ ഫെസ്റ്റിവൽ ടൈമിലൊക്കെ നമ്മുടെ മേക്കപ്പ് കുറച്ചും കൂടി ഒരു ഗ്ലോ ആക്കി നിർത്താൻ ഉള്ള പെർഫെക്റ്റ് ബേസാണിത്. ഞാനിത് പർപ്പിളിനാണ് വാങ്ങിയത്. ഇതിൻ്റെ ഒരു 2-3 ഷെയ്ഡും കൂടെ അവൈലബിൾ ആണ്. അപ്പോൾ ഞാനിത് ലിങ്ക് താഴെ കൊടുക്കാം, നിങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. ഈ നെക്സ്റ്റ് ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത് കൺസിലറാണ്. അപ്പോൾ ഞാനിവിടെ കണ്ണിനാണ് കൺസിലർ, ഐ മേക്കപ്പിനുള്ളൊരു ബേസായിട്ട് കൺസിലർ കൊടുക്കുകയാണ് അൺഈവൻ സ്കിൻ ടോണൊക്കെ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ NYBയുടെ ഈ ഒരു കുറച്ച് ഫെയർ ആയിട്ടുള്ളൊരു കൺസിലറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതൊരു കൺസിലർ ബ്രഷ് കൊണ്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് സ്വിസ് ബ്യൂട്ടിയുടെ ഒരു വിങ്കി എന്ന ഐഷാഡോ പാലറ്റാണ്. ആക്ച്വലി ഇത് കാണിച്ചപ്പോൾ തിരിഞ്ഞു പോയി. ഞാൻ എന്ന് കാണിച്ചാലും അത് തലരിഞ്ഞേ വരുള്ളൂ, അത് ശ്രദ്ധിക്കൂല. അതാണ് പിന്നെ ഇത് ഇടിച്ച് ചെയ്യുന്ന നേരത്തെ ഇത് കാണുള്ളൂ. അതൊക്കെ പോട്ടെ. അതിൽ നിന്നൊരു ഞാനൊരു പാലറ്റിൽ നിന്ന് ഒരു ചെറിയ റെഡ് ഷെയ്ഡ് എടുത്തിട്ട് ക്രീസിൻ്റെ മുകളിൽ ഒരു ബേസായിട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഓറഞ്ച് ഷെയ്ഡാണ് നമ്മൾ ചെയ്യുന്നതെങ്കിലും ബേസായിട്ട് നമ്മൾ റെഡായിട്ടാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ഈ സെയിം റെഡ് ഷെയ്ഡ് തന്നെ താഴെ ലോവർ ലാഷിലും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ കണ്ണ് കുറച്ചും കൂടെ ഒന്ന് എൻഹാൻസ് ചെയ്ത് നമ്മുടെ കണ്ണിൻ്റെ മേക്കപ്പ് ഒന്ന് എൻഹാൻസ് ചെയ്യും. പിന്നെ എൻ്റെ ചെറിയ കണ്ണും കൂടുതൽ, അപ്പോൾ അതൊന്ന് വിടർന്ന് കാണിക്കാൻ കൂടെ നല്ലതാണ്. ഇനി നെക്സ്റ്റ് ആയിട്ട് ഞാൻ മുകളിൽ അപ്ലൈ ചെയ്യുന്നത് ഒരു ഓറഞ്ച് കുറച്ചൊരു ഗ്ലിറ്ററി ഷെയ്ഡുള്ളതാണ്. അത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തു നമ്മുടെ കണ്ണിന് നേരെ മുകളിലായിട്ട്. എന്നിട്ട് അത് ഞാൻ പിന്നെ കുറച്ചുകൂടെ വിരലിലെടുത്തിട്ട് കൈ കൊണ്ട് നന്നായിട്ട് അപ്ലൈ ചെയ്തപ്പോൾ ശരിക്കും ആ പിഗ്മെൻറ്റ് നമുക്ക് മനസ്സിലാവുന്നത് കേട്ടോ. ഈ ഓറഞ്ച് ഷെയ്ഡ് കുറച്ച് ഡിമ്മായ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് യെല്ലോ ഷെയ്ഡ് എടുത്തിട്ട് ഇന്നോ കോർണർ അതുപോലെ തന്നെ മുകളിലൊന്ന് ഡാബ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നല്ല ഭംഗി തന്നെ കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു ഷെയ്ഡ്. നെക്സ്റ്റ് തന്നെ അപ്പർ വാട്ടർ ലൈൻ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര പേടിയുള്ളൊരു കാര്യമാണ്. എനിക്ക് കൺട്രോൾ കിട്ടുകയില്ല. കണ്ണടഞ്ഞ് മുഖപണ്ണിങ്ങനെ ഒരു ബ്രഷ് വെച്ച് മേളിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ എഴുതി കൊടുത്തു. നെക്സ്റ്റ് ഞാനൊരു പെൻസിൽ കൊണ്ട് ഒന്ന് മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഒരു ബ്ലാക്ക് ഐഷാഡോ എടുത്തിട്ടാണ് ബാക്കി എല്ലാം സ്പ്രെഡ് ചെയ്തിട്ട് ഒരു ചെറിയൊരു വിങ്ങും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഐഷാഡോ വെച്ച് തന്നെ ഒരു വിങ്ങും കൂടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ലോവർ ലാഷിൽ ഞാൻ കാജലിന് പകരം ഒരു ബ്രൗൺ ഐഷാഡോ വെച്ചിട്ടാണ് എഴുതി കൊടുക്കുന്നത്. ഇത് കാജൽ അപ്ലൈ ചെയ്യുമ്പം എല്ലാം കൂടെ കണ്ണ് ചെറുതാകും, കാരണം വിങ് വരും. അതിൻ്റെ കൂടെ ബ്ലാക്ക് മുകളും താഴേക്ക് വരുമ്പോൾ ചെറിയ കണ്ണായതുകൊണ്ട് അത്ര ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അതിന് ബ്രൗൺ വെച്ച് ചെയ്ത്. അപ്പോൾ നല്ല ഭംഗി തന്നെ ഇരിക്കുകയും ചെയ്യും. ഒരു സെപ്പറേഷൻ പോലെ നമുക്ക് എടുത്തു കാണിക്കുകയും കൂടെ ചെയ്യും. നെക്സ്റ്റ് ഞാൻ മസ്കാര അപ്ലൈ ചെയ്യാൻ വേണ്ടി പോവാണ്. അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് NYBയുടെ ഐ ലവ് എന്നുള്ള മസ്കാരയാണ്. നല്ല വോളിയം തരുന്നതാണ്, നമ്മുടെ ബഡ്ജറ്റിൽ നിൽക്കുന്നതാണ്. നല്ലൊരു പ്രൊഡക്റ്റാണ്. ഇപ്പോൾ മേടിച്ചിട്ട് 2 മാസമായി. അത്യാവശ്യം നല്ല ഒരു റിവ്യൂ ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നെക്സ്റ്റ് ഞാൻ ലാഷസ് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോവാണ്. ഇത് മാഗ്നറ്റ് ഐലാഷസ് ആണ്. ഓൾറെഡി ഇതിൻ്റെ ഷോർട്ട്സ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല എളുപ്പമാണ് ചെയ്യാൻ. അതുതന്നെ ഈസി ടു റിമൂവബിളാണ്, ഡ്യൂറബിളും കൂടെയാണ് കേട്ടോ. നെക്സ്റ്റ് ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഒരു കളർ കറക്ടറാണ്. അപ്പോൾ ഞാൻ ഇൻസൈറ്റിൻ്റെ ഒരു കളർ കറക്ടർ കൺസിലർ കോണ്ടൂർ പാലറ്റാണ്. അതിൽ നിന്നൊരു ഓറഞ്ച് ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ അൺഈവൻ സ്കിൻ ടോണും പിഗ്മെൻറ്റേഷനൊക്കെ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. സോ അത് അപ്ലൈ ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു. ഫേസിൽ ഇപ്പോൾ കുറച്ച് അൺഈവൻ സ്കിൻ ടോൺസ് അതുപോലെ തന്നെ പല ഷെയ്ഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ന്യൂട്രൽ ചെയ്തിട്ട് ഒരു സിംഗിൾ ഷെയ്ഡായിട്ട് കാണിക്കാൻ വേണ്ടി ഈ ഒരു ടെക്നിക്ക് നല്ലതാണ്. നെക്സ്റ്റ് ഞാൻ കൺസിലറാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം ഉപയോഗിക്കുന്നത് മാക്കിൻ്റെ NW സ്റ്റുഡിയോ-ഫിക്സിങ് കൺസിലറാണ്. അതിൻ്റെ കൂടെ തന്നെ NYBയുടെ നമ്മൾ നേരത്തെ ഐ മേക്കപ്പിന് എടുത്ത കൺസിലറും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ ഹൈ പോയിൻറ്റ്സ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. അതായത് മൂക്ക്, ചുണ്ടിൻ്റെ മുകളിൽ, പിന്നെ ഈ ഭാഗങ്ങളൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഒരു ബ്യൂട്ടി ബ്ലെൻഡർ വെച്ച് നന്നായിട്ട് സ്പഞ്ച് ചെയ്ത് കൊടുത്ത് ഒന്ന് റാബ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത്
മേബിലിൻ്റെ ഫിറ്റ് മീ ഫൗണ്ടേഷനാണ്. കുറച്ച് എടുക്കുന്നുള്ളൂ, കാരണം ഓൾറെഡി നമ്മൾ ഇത്രയൊക്കെ ചെയ്തുകൊണ്ട് വളരെ കുറച്ച് പ്രൊഡക്റ്റ് മതി. അതൊരു ഫൗണ്ടേഷൻ ബ്രഷ് കൊണ്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം അത് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ ഫേസിലേക്ക് ഇതാവുന്നുണ്ട് കേട്ടോ. നമ്മളുടെ ഇന്ത്യൻ സ്കിൻ ടോണ് പറ്റിയൊരു ഷെയ്ഡാണ്. ഇനി നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് കോൺട്യൂറിങ് ആണ്. അപ്പോൾ ഞാൻ ഇൻസൈറ്റിൻ്റെ തന്നെ ആ ഒരു പാലറ്റ് തന്നെ അതിൽ കോൺട്യൂറിങ് കൊണ്ട് ഇതും കൊണ്ട് വരുന്നത്. ഇത് കുറച്ച് ക്രീമി ആയിട്ടുള്ള കോൺട്യൂറാണ്. അപ്പോൾ അതിങ്ങനെ ഒരു ഡോട്ട് പോലെ ഇട്ട് കൊടുത്തിട്ട് ഞാനത് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. വളരെ ഈസിയാണ് ചെയ്യാൻ. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മൂക്കും ഇതുപോലെ തന്നെ ഫേസൊക്കെ ഒന്ന് ചെറുതാക്കി ട്രിമ്മാക്കി കാണിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ടെക്നിക്ക് വളരെ നല്ലതാണ്. വളരെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ടെങ്കിൽ ചെയ്തപ്പോൾ നെക്സ്റ്റ് ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഈ ലൂസ് പൗഡറാണ്. അപ്പോൾ ലൂസ് പൗഡറിന് പകരം ഞാൻ ഈ ഒരു സ്വിസ് ബ്യൂട്ടിയുടെ ഈ ഒരു കോണ്ടൂർ പാലറ്റിൽ നിന്ന് കുറച്ചൊരു പൗഡർ എടുത്തിട്ട് അത് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുകയാണ്. പ്ലസ് സെറ്റിങ്സ് പൗഡറൊന്നും യൂസ് ചെയ്യാണ്ട് ആ സെയിം ഷെയ്ഡിന് കൊടുത്തിട്ടുണ്ട്. ഇനി എന്നോട് NYBയുടെ ഈ ഒരു സൺസെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതാണ് അപ്ലൈ ചെയ്യുന്നത്, ബ്ലഷർ അപ്ലൈ ചെയ്യുന്നത്. ഇനി ലിപ്സ് ചെയ്യാൻ പോകുമ്പോൾ ലിപ്സ് ജസ്റ്റ് ഒന്ന് ലിപ് ലൈനിങ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഡാസ്ലറിൻ്റെ ഈ ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത്. വളരെ നല്ലൊരു കളറാണ്, മാറ്റാണ്, നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. പിന്നെ 180 റുപ്പീസേ ഉള്ളൂ. നമ്മുടെ എല്ലാ ഷോപ്സിലും അവൈലബിൾ ആണ്. ഞാനാണെങ്കിൽ ഡാസ്ലറിൻ്റെ കാജലും ഐലൈനറും മാത്രമേ യൂസ് ചെയ്യുള്ളൂ. ഫസ്റ്റ് ടൈമാണ് ഞാൻ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നത്. എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുക്കാം. ഒരു ഷോപ്പിൽ നിന്ന് നാട്ടിൽ നിന്ന് വാങ്ങിയതാണ്. നെക്സ്റ്റ് ഐബ്രോസ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ജസ്റ്റ് ഒന്ന് സ്പൂൾ ചെയ്ത് കൊടുത്തിട്ട് ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്തു വീണ്ടും ഒന്ന് സ്പൂൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ മേക്കപ്പ് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നെക്സ്റ്റ് ഞാൻ എക്സസൈസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കമ്മൽ വെച്ചിട്ടാണ്. എനിക്ക് എൻ്റെ ഫ്രണ്ട് വാങ്ങിച്ചതാണ്. നല്ല ഭംഗിയുള്ള കമ്മലാണ്. സോ വേറെ ഒന്നും ഓർണമെൻറ്റ്സും കാര്യങ്ങളും ഒന്നുമില്ല. ഇനി ഒരു പൊട്ട് കൂടെ വെച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഓറഞ്ച് പൊട്ടാണ് ഇടുന്നത്. അപ്പം ഇത്തിരി പ്ലെയിൻ ആയിട്ട് തോന്നിയുകൊണ്ട് അതിൻ്റെ താഴെ ഞാൻ ചെറിയൊരു ബ്ലാക്ക് ഡോട്ടും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ടോപ്പ് ഞാൻ നാട്ടിൽ സ്റ്റുഡിയോ എന്ന് വാങ്ങിയതാണ്. കോട്ടൺ കുർത്തിയാണ്, സ്ലീവ്ലെസ് ആയിരുന്നു. 699 799 റുപ്പീസ് എന്തോ ആണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ഈ ഒരു ഷ്രഗ് മെറ്റീരിയൽ എടുത്തത് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചതാണ്. ഒരു ലോങ് ആയിട്ടുള്ള ഷ്രഗും കൂടെയാണ്, അതേ സെയിം ലെങ്ത്തിൽ. അപ്പോൾ നമ്മുടെ നവരാത്രി സീരീസിൻ്റെ ഡേ 1 ലുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ് സെക്ഷനിൽ പറയാൻ മറക്കരുത്. എന്നാൽ എനിക്ക് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. എന്തൊക്കെയാണ് എനിക്ക് തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറ്റാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജും കൂടെ ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പം വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. എല്ലാവർക്കും നവരാത്രിയുടെ ആശംസകൾ.